പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള നീതിപീഠമാണ് സുപ്രീം കോടതി. ഇന്ത്യയിലെ അപ്പെക്സ് കോർട്ട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതൊരു അപ്പീൽ കോടതിയാണ്. അതായത് ഹൈക്കോടതികളിലൊക്കെ പോയി ചെന്ന് കഴിഞ്ഞിട്ട് അപ്പീലുമായി നമുക്ക് സുപ്രീം കോടതിയിൽ ചെല്ലാം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിപീഠമാണ് സുപ്രീം കോടതി. ഇന്ത്യയിലെ 136 കോടി ജനങ്ങളുടെയും അവസാന ആലയം എന്ന് നമുക്ക് കൃത്യമായി പറയാം. അതുപോലെ തന്നെ ഞാൻ പല വീഡിയോകളിലും പറഞ്ഞതുപോലെ നിയമഭാഷയിൽ പറഞ്ഞാൽ സെന്റിനൽ ഇൻ ദ ക്യൂ വൈവാണ് കോടതികൾ. സുപ്രീം കോടതി എന്നല്ല, കോടതികൾ. കാരണം തങ്ങളുടെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് സമീപിക്കാൻ ഭരണഘടന അനുവദിച്ചു തന്ന ഒരാലയമാണ് കോടതികൾ. അതിനാണ് സെന്റിനൽ ഇൻ ദ ക്യൂ വൈവ് എന്ന് പറയുന്നത്. വാച്ച്ഫുൾ ഗാർഡിയൻ ഓഫ് ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഓഫ് ദ പീപ്പിൾ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതായത് മൗലികാവകാശം സംരക്ഷിക്കുന്ന ജാഗ്രതയോട് കൂടിയുള്ള രക്ഷിതാവ്, അതാണ് കോടതികൾ. അപ്പോൾ ആ കോടതികളിൽ വെച്ച് 10,000-കണക്കിന് കോടതികളുണ്ട് ഇന്ത്യയിൽ. ആ കോടതികളിൽ വെച്ച് ഏറ്റവും പരമോന്നതമായിട്ടുള്ള നീതിപീഠമാണ് ഇന്ത്യയിലെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രീം കോടതി. സുഹൃത്തുക്കളെ, ആ സുപ്രീം കോടതി കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനം ഭരിക്കുന്ന 3.5 കോടി ജനസംഖ്യ മാത്രമുള്ള ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ കീഴിലാണോ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതി എന്നുള്ള ചോദ്യം ഞാൻ ചോദിക്കുമ്പോൾ ഒരുപക്ഷെ ഷാജാനന്ദ തലയ്ക്ക് ഭ്രാന്താണോ എന്ന് സ്വാഭാവികമായി ആൾക്ക് തോന്നാം. കാരണം സുപ്രീം കോടതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് ജസ്റ്റിസും ഏതാണ്ട് 36 ജഡ്ജിമാരും അടങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതിക്ക് രാഷ്ട്രീയ നേതൃത്വത്തിനുമേൽ ഭരണാധികാരികൾക്കുമേലൊക്കെ തന്നെ വിധികൾ പ്രഖ്യാപിക്കാൻ അവകാശാധികാരങ്ങളുള്ള കോടതിയാണ് സുപ്രീം കോടതി. ആ കോടതി കേരളം പോലൊരു ചെറിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കീഴിലാണോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അത് പറയുന്ന ആൾക്ക് സമനില തെറ്റിപ്പോയി എന്ന് തോന്നുക സ്വാഭാവികമാണ്. പക്ഷെ ഞാനിന്ന് എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ പോകുന്ന ഒരു ഉദാഹരണം കേട്ടാൽ സുപ്രീം കോടതി പിണറായി വിജയന് കീഴിലാണോ എന്ന് തോന്നിപ്പോകും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്ക് മലയാളികൾക്കറിയാമല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന പിണറായി വിജയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള SNC ലാവലിൻ കേസ്. ഇടുക്കിയിലെ പള്ളിവാസൽ, പന്നിയാർ, ചെങ്കുളം എന്നീ 3 ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാനഡ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന SNC ലാവലിൻ എന്ന് പറഞ്ഞ കമ്പനിയുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളിൽ 374.5 കോടി രൂപയുടെ അഴിമതി നടന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ ഏറ്റവും സമുന്നതമായിട്ടുള്ള ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അവരുടെ 2005 റിപ്പോർട്ടിലാണ് ഈ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 374.5 കോടി രൂപയുടെ അഴിമതി നടന്നു എന്നുള്ള വിവരം അവർ പുറത്തു കൊണ്ടിരുന്നത്. ആ അഴിമതി നടന്ന സമയത്ത് വൈദ്യുതി മന്ത്രിയായിരുന്നത് ശ്രീമാൻ പിണറായി വിജയനായിരുന്നു. 96 കാലഘട്ടത്തിൽ അന്ന് വൈദ്യുതി മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയൻ്റെ കാലഘട്ടത്തിലാണ് നടന്നതെന്നും പിണറായി വിജയൻ അതിന് സുവ്യക്തമായ പങ്കുണ്ടെന്നും ഒക്കെ പറയുന്ന ഞെട്ടിക്കുന്ന തെളിവുകളെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അന്ന് പുറത്തു കൊണ്ടുവന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2007 മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ, കേരള ഹൈക്കോടതിയുടെ ജസ്റ്റിസ് VK ബാലിയുടെ നേതൃത്വത്തിലുള്ള ഡിവിഷൻ ബെഞ്ച് അത് CBI അന്വേഷണത്തിന് വിട്ടു. CBI അത് അന്വേഷിച്ചു. അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെ 9ാം പ്രതിയായി കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രത്തിനെതിരെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതികൾ CBI കോടതിയിൽ പോയി ഡിസ്ചാർജ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ ഡിസ്ചാർജ് പെറ്റീഷൻ അംഗീകരിച്ചുകൊണ്ട് 2013 പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതികളെയും തിരുവനന്തപുരം CBI കോടതി വെറുതെ വിട്ടു. ഈ വെറുതെ വിട്ടതിനെതിരെ CBI കേരള ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു 2013 ഡിസംബറിൽ. ആ കേസിൽ 2017 ജസ്റ്റിസ് P. ഉബൈദ് എന്ന് പറയുന്ന ജഡ്ജിന്റെ ബെഞ്ച് പിണറായി വിജയൻ ഉൾപ്പെടെ 3 പ്രതികളെ കുറ്റമുക്തരാക്കി. വേറെ 3 പ്രതികൾ വിചാരണ നേരിടണം എന്ന് പറഞ്ഞു. പിണറായി വിജയനും അന്ന് ഊർജ്ജ സെക്രട്ടറി ആയിരുന്ന K. മോഹനചന്ദ്രനും ഊർജ്ജ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന A. ഫ്രാൻസിസും ഇവർ 3 പേരും കുറ്റമുക്തരാണെന്ന് പറഞ്ഞു. പക്ഷേ വേറെ 3 പേർ, കസ്തൂരി രംഗ അയ്യരും എന്ന് പറയുന്നൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇലക്ട്രിസിറ്റി ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, N. ശിവരാജൻ എന്ന് പറയുന്ന അന്നത്തെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ചെയർമാൻ, അന്നത്തെ അക്കൗണ്ട്സ് മെമ്പർ ആയിട്ടുള്ള രാജശേഖരൻ നായർ, ഇവർ 3 പേരും വിചാരണ നേരിടണമെന്ന് പറഞ്ഞു. പിണറായി ഉൾപ്പെടെയുള്ള ആളുകളെ 3 പേരെ വെറുതെ വിട്ടു. സുഹൃത്തുക്കളെ, ആ വിധിക്കെതിരെ 2017 10ാം മാസം 27ാം തീയതി CBI എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസി സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ ഫയൽ ചെയ്തു. പിണറായി വിജയന് ഉൾപ്പെടെയുള്ള 3 പേരെ വെറുതെ വിട്ടതിനെതിരെ 27/10/2017 27/10/2017 ആ അപ്പീൽ ഫയൽ ചെയ്തിട്ട് 27/10/2025 ആകുമ്പോൾ 8 വർഷം പൂർത്തിയാവുകയാണ്. 5 മാസം കൂടെ കഴിയുമ്പോൾ 8 വർഷം പൂർത്തിയാവുകയാണ്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലോ അഭിഭാഷകൻ എന്നുള്ള നിലയിലോ എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ 8 വർഷത്തിനിടയിൽ ഈ കേസ് എന്തുകൊണ്ട് സുപ്രീം കോടതി വാദത്തിനെടുത്തില്ല? വാദത്തിനെടുക്കാനുള്ള ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കില്ലേ? ഇത് ഉന്നതനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു അഴിമതി കേസല്ലേ ഇത്?
ഈ അഴിമതി പുറത്തു കൊണ്ടുവന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അല്ലേ? സ്വാഭാവികമായി ഇതുപോലൊരു കേസ് 8 വർഷമായി സുപ്രീം കോടതിയിൽ പെൻഡിങ് കിടക്കുമ്പോൾ അത് പെൻഡിങ് കിടക്കുന്ന ഉത്തരവാദിത്വം സുപ്രീം കോടതിയിലല്ലേ സുഹൃത്തുക്കളെ? ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. 2021 നവംബർ 24 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധിന്യായം വന്നു. അന്നത്തെ ചീഫ് ജസ്റ്റിസ് NV രമണയും പിന്നീട് ചീഫ് ജസ്റ്റിസ് ആയ അന്ന് ജഡ്ജായിരുന്ന DY ചന്ദ്രചൂഡും ചേർന്നിട്ടുള്ള ഒരു വിധിന്യായം വന്നു. അതിനകത്ത് J സൂര്യകാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരും അടങ്ങുന്നതായിരുന്ന വിധിന്യായം. ആ വിധിന്യായത്തിൽ എന്താ പറഞ്ഞതെന്നറിയാവോ? ആ വിധിന്യായത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് രാഷ്ട്രീയക്കാർ ഇടപെട്ടിട്ടുള്ള അഴിമതി കേസുകളുടെ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നാണ് സുപ്രീം കോടതി ആ വിധിന്യായത്തിൽ പറഞ്ഞത്. ആ വിധിന്യായത്തിലൂടെ സുപ്രീം കോടതി ഇന്ത്യയിലെ ഹൈക്കോടതികൾക്ക് നിർദ്ദേശം കൊടുത്തു. എന്താ? രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള അഴിമതി കേസുകൾ അത് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകൾ നിലപാടെടുക്കും. അതുകൊണ്ട് അതിന് കൂട്ടുനിൽക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാര് പ്രതികളായിട്ടുള്ള അഴിമതി കേസുകൾ ഹൈക്കോടതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് 2021 നവംബർ 24 അന്നത്തെ ചീഫ് ജസ്റ്റിസും 2 ജഡ്ജിമാരും അടങ്ങുന്ന ഒരു 3 അംഗ ബെഞ്ചിന്റെ വിധിയുണ്ട് സുഹൃത്തുക്കളെ. ആ വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഒരു വിധി ഉണ്ടായിട്ടും സുപ്രീം കോടതി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചിട്ടും സുപ്രീം കോടതി തന്നെ എന്തുകൊണ്ട് ഈ ലാവ്ലിൻ കേസ് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ സുഹൃത്ത് ശ്രീമാൻ MT തോമസ് സുപ്രീം കോടതിയിൽ ഒരു വിവരാവകാശം കൊടുത്തു. സുപ്രീം കോടതിയിൽ തന്നെ വിധിയുണ്ടല്ലോ, ആ വിധിക്ക് വിരുദ്ധമായി എന്തുകൊണ്ട് ഇത് പെൻഡിങ്? അതിന് മറുപടി എന്താണെന്നറിയാവോ? അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ അവകാശമില്ല, അത് വിവരാവകാശത്തിൻ്റെ പരിഗണനയ്ക്ക് വരില്ലെന്നാണ് ഈ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. എന്ത് ബഹുമാനമാണ് ഇങ്ങനെയുള്ള സുപ്രീം കോടതിക്ക് കിട്ടുക? അപ്പോൾ ഈ സുപ്രീം കോടതി എന്തുകൊണ്ടാണ് ഈ കേസ് പരിഗണിക്കാത്തതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓരോ തവണ വരുമ്പോഴും പിണറായിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് BJP ഗവൺമെന്റിന്റെ CBI നീട്ടി ചോദിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ന്യായാധിപന്മാർ ചോദിക്കണ്ടേ ഇതെന്താണ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? ഇത് അഴിമതിക്കാർ, ഇത് രാഷ്ട്രീയക്കാരൻ ഉൾപ്പെട്ട അഴിമതി കേസല്ലേ? ഇത് സമയബന്ധിതമായി തീർക്കണ്ടേ? ഇത് സമയബന്ധിതമായി തീർക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ തന്നെ വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് 2021. അതുകൊണ്ട് ഇത് സമയബന്ധിതമായി തീർക്കണം, ഇതിന്റെ ഡേറ്റിനുള്ളിൽ തീർക്കണം എന്ന് പറയാനുള്ള ഇച്ഛാശക്തി, ആർജവം എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ സുപ്രീം കോടതി കാണിക്കാത്തത് എന്നാണ് എൻ്റെ ചോദ്യം. സുഹൃത്തുക്കളെ, 27/10/2017 അപ്പീൽ സമർപ്പിച്ചെങ്കിൽ ഈ കേസ് അവസാനമായി സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നത് 16/5/2024 16/5/2024 16/5/2024 കഴിഞ്ഞിട്ട് ഇപ്പോൾ 16/5/2025 കഴിഞ്ഞ ഒരു വർഷക്കാലമായി സുപ്രീം കോടതി ഈ കേസ് തൊട്ടിട്ടില്ല. അപ്പൊ സുപ്രീം കോടതിക്ക് ഈ കേസ് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളതല്ലേ എൻ്റെ അർത്ഥം അല്ലേ? അതല്ലേ എൻ്റെ അർത്ഥം? അല്ലെങ്കിൽ സുപ്രീം കോടതി കേസ് സമയം തീർക്കണ്ടേ? ഇനി പിണറായി വിജയനെ വെറുതെ വിടാനാണെങ്കിലും ഈ കേസ് കേട്ടിട്ട് അത് ഡിസ്പോസ് ചെയ്യണ്ടേ? CBI കേസ് മനഃപൂർവ്വം മാറ്റി വെക്കുമ്പോൾ CBIയോട് ചോദിക്കണ്ടേ എന്ത് തോന്നിവാസാണ് നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങൾ ഈ കേസ് എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നില്ല എന്ന് ചോദിക്കാനുള്ള ബാധ്യത സുപ്രീം കോടതിക്കില്ലേ? അത് ചോദിക്കാത്തത് കൊണ്ടാണ് സുപ്രീം കോടതിക്ക് മുകളിലാണോ പിണറായി വിജയൻ എന്നുള്ള ചോദ്യം എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്നു. 8 വർഷമായി പെൻഡിങ് കിടക്കുകയാണ് ഈ കേസ്. നിങ്ങൾ പിണറായി വിജയനെ വെറുതെ വിടാനാണ് വിട്. അങ്ങനെ വെറുതെ വിടുക പോലും ചെയ്യാതെ CBI മാറ്റിവെക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോടതിക്ക് ഇത് മാറ്റിവെക്കാൻ എന്താണ് ഇത്ര താല്പര്യം, ഇത്ര സന്തോഷം? എന്താണ് താല്പര്യം? നിങ്ങളുടെ തന്നെ വിധിക്കെതിരല്ലേ ബഹുമാനപ്പെട്ട ന്യായാധിപന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത്? അതുകൊണ്ടാണ് സുപ്രീം കോടതിക്ക് മുകളിലാണോ പിണറായി വിജയൻ എന്നുള്ള സംശയം എനിക്ക് വരുന്നത്. ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ തോന്നും എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്.